മതബോധമുള്ള ഇണയെ നിങ്ങൾ തിരഞ്ഞെടുത്തോ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരം. ഏതാണ്ട് ഇരുകാലി രണ്ട് കാലയിൽ ഇങ്ങനെ അടക്കണു, തന്നെയല്ല കുറെ പണം ഉണ്ടാവും. ദീനെന്ന് പറയണതുണ്ടായില്ല. ദീനില്ലേ, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ വിവാഹ ജീവിതം സന്തോഷകരമാക്കാൻ പറ്റൂല എന്ന് നബിയിന റസൂലുള്ളാഹി. 1.5 ദിവസമാ ഭർത്താവിന് ഭാര്യയോടുള്ള കടമ പറയണേ. 1.5 ദിവസം. എന്റെ ശൈലി എങ്ങനെയാ? 1/2 ദിവസമാ അവിടെ നിന്നോട് പറയുള്ളൂ. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ടല്ല കടപ്പാട് കൂടുതൽ, ഇവിടുന്ന് അങ്ങോട്ടാ കടപ്പാട് കൂടുതൽ. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما انفقوا من اموالهم فالصالحات قانتات حافظات للغيب بما حفظ الله. ഇവർക്ക് 2-3 കാര്യം മാത്രം ചെയ്താൽ മതി. ഇവർക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ കൂടുതൽ പണിയൊന്നും എടുക്കണ്ട. 5 നേരം നിസ്കരിക്കുക, റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കുക, ഗുഹ്യ ഭാഗത്തെ ഹറാമിൽ സൂക്ഷിക്കുക, ഭർത്താവിനെ അനുസരിക്കുക. 4 കാര്യങ്ങളെ ഭാര്യമാർക്ക് ചെയ്യേണ്ടതുള്ളൂ. ഹജ്ജൊക്കെ ചെയ്യിപ്പിക്കേണ്ടത് നിങ്ങളുടെ കടമയാ, അവർക്ക് ഹജ്ജിൽ കടമയില്ല, നിങ്ങളുകൊണ്ട് ചെയ്യിപ്പിക്കണം. അതാ നിങ്ങൾക്കാണ് കടമകൾ. എന്താ പക്ഷെ ഇന്ന് അങ്ങനെയല്ല പലരും മനസ്സിലാക്കിയേക്കണത്. ഇങ്ങോട്ടാണ് കടമ കൂടുതൽ. ഇങ്ങോട്ടല്ല കടമ, അങ്ങോട്ടാ കടമ കൂടുതൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളല്ലേ പറഞ്ഞത്, ഇന്നഹുന്ന അവാനും ഫീ ഐദീകും. ഞാൻ അതിലേക്ക് കടന്നു വരുവാ. നമ്മുടെ വിഷയം എന്താണ്? ഭർത്താവ് ഭാര്യയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. ഭർത്താവാരാണ് നബിയുനാ റസൂലുള്ളാഹി. ഭാര്യ ആരാണ്? ബഹുമാനപ്പെട്ട ആയിഷത്തു തുഹ്റ റളിയല്ലാഹു തആല അൻഹ. ഇങ്ങനെയുള്ളൊരവസ്ഥ ഈ മാളിയക്കപ്പടിക്കലും പരിസരത്തുമൊക്കെ എന്നാണോ ഉണ്ടാകുന്നത്, അന്നാണ് നിങ്ങളുടെ കുടുംബം സന്തുഷ്ട കുടുംബമാകുക. അതാണ് വിഷയം. സന്തുഷ്ട കുടുംബം. ഭാര്യയുടെ മടിയിൽ ഭർത്താവ് തലവെച്ച് കിടക്കുക, ഭർത്താവിന്റെ മടിയിൽ ഭാര്യ തലവെച്ച് കിടക്കുക. ഇങ്ങനെ ഒരവസ്ഥ നിങ്ങളുടെയൊക്കെ കുടുംബജീവിതത്തിൽ എന്നാണോ വരുന്നത്, അന്നാണ് സന്തുഷ്ട കുടുംബം. ഞങ്ങൾ അങ്ങനെയൊക്കെ കിടക്കുന്ന ആൾക്കാരാ മനസ്സിലാറ്. ഓഹോ, അപ്പൊ നിങ്ങൾ വലിയ സുന്നികളാണല്ലോ. അതെങ്ങനെയാ നിങ്ങളങ്ങനെ കിടന്നേ? അതേ മുസ്ലിയാരെ, ഞാൻ കല്യാണം കഴിഞ്ഞപ്പോ ഒരു കാറ് വാടകയ്ക്ക് എടുത്തോണ്ട് പെണ്ണുമ്പിള്ളേനെ കയറ്റി നേരെ കോവളത്തേക്ക് അങ്ങോട്ട് പോയി. ഓഹോ, സ്വന്തം കാറ് ഞാൻ കാശില്ലാത്തവരാണ് ഈ വാടകയ്ക്ക് എടുക്കുക. അങ്ങനെ കോവളത്തെ ഒന്നിപ്പോണ്ട് മുസ്ലിയാരെ സായിപ്പും മാതാമയും ഒക്കെ എല്ലാം അഴിച്ചു കളഞ്ഞിട്ട് ഇങ്ങനെ മടിയിലൊക്കെ തല വെച്ചൊക്കെ കിടക്കുകയാണ്. അപ്പം ഞാനും അഴിച്ചു കളഞ്ഞു, പെണ്ണുമ്പിള്ളയുടെ അഴിച്ചു കളഞ്ഞു. ഞങ്ങൾ രണ്ടാളും അങ്ങനെ ആ മുണപ്പുറത്ത് അങ്ങനെ തലയൊക്കെ വെച്ച് കിടന്നു മുസ്ലിയാരെ. അല്ലാണ്ട് ഇപ്പം ഞങ്ങളൊക്കെ ആ രീതിയിലൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്. ഇതിൻ്റെ പേര് തനിച്ച ഹറാമെന്നാ. ആ കാറ് വാടകയ്ക്കെടുത്തത് ഹറാമാണ്, യാത്ര ചെയ്തു ഹറാമാണ്, അതിന് സമയം മുടക്കിയത് ഹറാമാണ്, അവിടെ ചെന്നിട്ട് കോവളത്ത് ചെന്നിട്ടല്ല അഴിച്ചു കളഞ്ഞത് ഹറാമാണ്, മടിയിൽ വെച്ചതും ഹറാമാണ്. ഇതിനൊക്കെ ശിക്ഷയാണ്. അങ്ങനെയുള്ള ശൈലിയല്ല ഈ പറഞ്ഞു വന്നത്. പിന്നെ എന്താ ഇന്നിപ്പോൾ വീട്ടിലേക്ക് അങ്ങോട്ട് എല്ലാം മടിയുള്ള എന്നാ നീ ഇവിടെ ഇരിക്കണി, ഞാൻ മടിയിലേക്കൊന്ന് വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതാണോ? അതുമല്ല. അവിടെ അപ്പായും മായും കാരണവന്മാരും മക്കളൊക്കെ ഉണ്ട്, അങ്ങനെയൊന്നുമല്ല. പിന്നെ ഇതിനൊക്കെ ഒരു സാഹചര്യം കിട്ടുമ്പോൾ അത് ആ നിലയ്ക്ക് ഉപയോഗപ്പെടുത്തണം. അത് സുന്നത്താണ്. ഇത് ചുമ്മാ വേറെ ആരെങ്കിലും ചെയ്തതല്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി തങ്ങളാണ് ഇപ്പൊ ഈ മടിയിലേക്ക് തല വെച്ചത്. ആരുടെ മടിയിലേക്കാണ്? ഭാര്യയുടെ മടിയിലേക്കാണ് വച്ചിരിക്കുന്നത്. ഇതിനൊക്കെ സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തുമ്പോൾ നിങ്ങൾക്കൊരു സുന്നത്ത് കിട്ടുവാണ്. ഭാര്യയുടെ മടിയിൽ ഭർത്താവ് തലവെക്കുമ്പോൾ ഒരു സുന്നത്ത് വന്നു, ഭർത്താവിന്റെ മടിയിൽ ഭാര്യ തലവെക്കുമ്പോഴും ഒരു സുന്നത്ത് വന്നു. അപ്പൊ ആ സന്ദർഭത്തിലൊന്നും അതിനെ എതിർക്കൊച്ചപ്പാടൊന്നും ചെയ്യരുത്. പിന്നെ ഇപ്പൊ ഇതൊക്കെ എതിർക്കണതൊക്കെ എപ്പോഴാ? അതൊക്കെ ഉണ്ടാവും. നിങ്ങൾ എന്നിട്ട് വെണ്ണുമ്പോൾ ആരുമില്ല, മുറിയിൽ ആരുമില്ല, മുപ്പത്തിയാറ് ഒറ്റയ്ക്ക് ആ കട്ടിലിരിക്കുകയാണ്. നിങ്ങൾ അടുത്ത് എന്നിട്ട് ആ മടിയിലേക്ക് തല വയ്ക്കുമ്പോ ഓഹോ ഇപ്പൊ കയറ്റി മടിയിലേക്കാണല്ലോ ആ തലകടയിൽ വെക്കണം. ഇത് പറയണത് എന്തുകൊണ്ടാ? ബാക്കിയുള്ളത് ശരിയായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ പ്രശ്നം. ഇത് വെക്കണത് പെണ്ണുമ്പോൾ അംഗീകരിക്കണില്ല. അതുപോലെ തന്നെ ഇനി പെണ്ണുമ്പോൾ ഒന്ന് വെക്കട്ടെ. ആ റസൂലുള്ള സുന്നത്താ, റസൂലുള്ളാന്റെ സുന്നത്തല്ല, എന്നാ ഞാൻ നിങ്ങളുടെ മടിയിലേക്ക് തല വെക്കട്ടെ. അങ്ങനെ മനസ്സുകൊണ്ട്, അല്ലാണ്ട് നാക്കൊണ്ട് പറയണമൊന്നുമില്ല. ഓഹോ ഇവളിപ്പോ മടിയിലേക്കാണല്ലോ കയറ്റിയേക്കണേ, അങ്ങോട്ട് മാറ്റിയാണെങ്കിൽ ഒരു തട്ട അങ്ങോട്ട് തലക്കിട്ടല്ല. ഇത് രണ്ടും പറ്റൂല. ഇതെന്ത് തട്ടാവുന്ന കണ്ടീഷനിലെ രണ്ട് നിൽക്കണത്. അങ്ങനെയല്ല. ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് എപ്പോഴാണോ സന്തോഷത്തോടെ വരുന്നത്, അപ്പോഴാണ് കുടുംബജീവിതം സന്തോഷമാവുക. അതെങ്ങനെയാ അതുണ്ടാവണേന്നാണ് ഇൻഷാ അല്ലാഹ് ഇന്നും നാളെയൊക്കെ ആയിട്ട് പറയാൻ പോകുന്നത്. കുടുംബജീവിതം എങ്ങനെ സന്തുഷ്ടമാക്കാം.
ഭാര്യയുടെ മടിയിൽ ഭർത്താവ് തലവെച്ച് കിടക്കുന്ന ഒരവസ്ഥ ഈ പിന്നെ മാളിയൊക്കെ പഠിക്കലോ കുഴിയേലി പഠിക്കലോ ഈ പരിസരത്തൊക്കെ എന്നാണോ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നത്, അന്നാണ് നിങ്ങളുടെ കുടുംബം സന്തുഷ്ട കുടുംബം. അതാണ് നോട്ടീസിൽ വെച്ച വിഷയം. അതാണ് സന്തുഷ്ട കുടുംബം. നിങ്ങൾ കുറെ കാശുണ്ടാക്കിയത് കൊണ്ടിട്ടൊന്നും നിങ്ങളുടെ കുടുംബജീവിതം സന്തോഷമാക്കാമെന്നും നിങ്ങൾ ധരിക്കേണ്ട. കുറെ പണമുണ്ട്, അങ്ങനെയുള്ളപ്പോൾ പാടുവിട്ട് പണമൊക്കെ ഉണ്ടാക്കുകയാണല്ലോ. നിങ്ങളൊരു വലിയ മനോഹരമായ അമ്പര ചുംബിയാവുന്ന കൊട്ടാരം ഉണ്ടാക്കി നിങ്ങളുടെ കുടുംബജീവിതം സന്തോഷമാക്കാൻ നിങ്ങൾ ധരിക്കൊന്നും വേണ്ട. വിലപിടിപ്പുള്ള കോടികൾ വിലമതിക്കുന്ന കാറ് നിങ്ങൾ വാങ്ങി കുടുംബജീവിതം സന്തോഷമാക്കാൻ നിങ്ങൾ ധരിക്കൊന്നും വേണ്ട. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കോടികളുടെ ബിസിനസ് ലാഭവുമായിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ കൊട്ടാര തുല്യമായ വീടിന്റെ മട്ടുപ്പാവിൽ നിന്നിട്ട് ഭാര്യ അങ്ങനെ വൈകുന്നേരം കേട്ടോ അങ്ങനെ സാരി ഇങ്ങനെ ഒരു കുത്തൊക്കെ കുത്തിയിട്ട് വന്നു തുടങ്ങി സന്ധ്യ. നിങ്ങൾ പറയാടാകാതെ നിങ്ങൾ AC മുറി അവിടെ ഉണ്ടാക്കിയിട്ടാണ് പട്ടുമെത്തി, അതിനകത്ത് കയറി കിടക്കാൻ എന്താ സുഖം പറ. പെണ്ണുമ്പിള്ളേ ഇപ്പൊ പറയണേ, നിങ്ങൾക്ക് കാശില്ലേ, ഇല്ലേ, കാറില്ലേ, സൗകര്യമില്ലേ, പെണ്ണുമ്പിള്ള സ്വീകരിക്കണേ കേൾക്കണേ. ഇനി നീ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഭാര്യ എന്തോ ഒരു സംഭവത്തിന് സാക്ഷിയായിട്ട് ഇങ്ങനെ വേദനിച്ച് വിഷമിച്ച് ഇങ്ങനെ മുഖം വല്ലാതെ വീർത്തിരിക്കുകയാണ്, സങ്കടപ്പെട്ടിരിക്കുകയാണ്. നീ അങ്ങോട്ട് കയറി ചെല്ലുമ്പോ എന്താടി ഈ കടന്നിൽ ഊറ്റിയ മോന്താരിങ്ങനെ വീർപ്പിച്ചോണ്ടിരിക്കണേ പറ. അവിടെ നല്ല പട്ടുമെത്തയുണ്ട്, AC മുറിയുണ്ട്. പറ, എങ്ങനെയാ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുക പറ. നേരെ മറിച്ച് കൂലിപ്പണിക്കാരനാ, കയ്യിലൊരു പൊതി, തലയിലൊരു പൊതി, തോളത്തൊരു പൊതി, ഇതൊക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരുമ്പോ പെണ്ണുമ്പുള്ള ഉമ്മർത്ത് നിന്നിട്ട് അല്ലോ പെട്ടെന്ന് മുറ്റത്തേക്ക് ഇറങ്ങി, പഠിച്ചവനെ എന്തിനാ ഇത്രയൊക്കെ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ തന്നെ പുറം വേദനയാണ്, കഴുത്തിന് വേദനയാണ്, നമുക്ക് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ, വല്ല ഒരു പൊതി അങ്ങ് കൊണ്ടുവന്നാ പോരെ, വേഗം ആ പൊതിയെല്ലാം വാങ്ങി പിന്നെ വരാന്തയിലും അകത്തൊക്കെ കൊണ്ടുവന്ന് വെച്ച് ആ കാത്തു വെച്ചാർന്ന കട്ടൻ ചായ എടുത്തോ നമ്മൾ കൊടുത്ത്, വെള്ളം ഞാൻ ചൂടാക്കി വെച്ചോണ്ട് ഇപ്പൊ കുളിക്കണ്ട, അതേ ഭക്ഷണം കഴിച്ചിട്ടാണോ കുളിക്കുന്നത്, ഞാൻ നിസ്കരിച്ചിട്ടില്ല, നമുക്ക് ഒരുമിച്ച് നിസ്കരിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്, എടി എന്നാ ഞാൻ കുളിക്കട്ടെ, ഇൻഷാ അല്ലാഹ് കുളിച്ചിട്ട് നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം, എന്നാ വേഗം പോയി കുളിച്ചോണ്ടോ, ഞാൻ ഈ പൊതിയൊക്കെ എടുത്ത് അകത്തേക്ക് വെക്കാം. അവിടെ കാറ് വേണോ, കോടികളുടെ വേണോ, അവിടെ പിന്നെ കൊട്ടാരം വേണോ, അവിടെ പട്ടുമെത്ത വേണോ, ചുമ്മാ പലപുറത്ത് ഇടുന്ന മതിയല്ലോ രണ്ടെണ്ണത്തിനോട്. ഇനി പെണ്ണുമ്പുള്ള നീ അങ്ങോട്ട് കയറി ചെല്ലുമ്പോ അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. അല്ല എന്താ എന്നൊരു സലാം അടക്കണേന് ഒരു ജീവനില്ലാത്ത ഒന്നുമില്ല എന്ന് പറയണ്ട, എന്തോ വിഷയമുണ്ട് നിന്റെ മുഖത്തിന്, എന്തോ ഒരു വല്ലാത്തൊരു എന്തോ ഇവിടെ എന്താ എന്തോ ഉണ്ടായതുപോലെ. ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. സാധാരണ ഇപ്പൊ നീ സലാം അടക്കലല്ലോ. അതെ എൻ്റെ പെന്നെ, ഞാൻ ആ ഫ്രിഡ്ജിന്റെ പ്ലഗ് ഊരിയിട്ടേക്ക് പറഞ്ഞു. അത് എൻ്റെ പഠിച്ചവനെ ഞാനതെല്ലാം ഫ്രിഡ്ജെല്ലാം ഒക്കെ ക്ലീൻ ചെയ്തിട്ട് രണ്ടാമത് ആ പ്ലഗ് അങ്ങോട്ട് കുത്തി സ്വിച്ച് അങ്ങോട്ട് ഇട്ടതൊരു ഞാൻ നോക്കുമ്പോ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിന്നൊക്കെ പുക പുറത്തേക്ക് വരാണ്. തുറന്നു നോക്കിയപ്പോ മൊത്തം പുകയാ, പിന്നെ ഒരനക്കോ ഇല്ല, കരിഞ്ഞിരിക്കുക ഫ്രിഡ്ജാകെ. അല്ലാ, നീ ഇതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഈ വിഷമിക്കണേ, നീ ഇതിനു വേണ്ടിയാ ഇപ്പൊ ഈ ദുഃഖിക്കണേ, വേദനിക്കണേ. ഒരു ഫ്രിഡ്ജ് പോയെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ആലോചിച്ച് വെറുതെ ഇല്ലാത്ത സൂക്കേടൊക്കെ. ഫ്രിഡ്ജ് എന്നല്ല, ഈ വീട് പോകാനുള്ളതാ, ഞാൻ പോകാനുള്ളതാ, നീ പോകാനുള്ളതാണ്, ഈ ദുനിയാവ് ഒക്കെ പോകാനുള്ളതാണ്. നീ അതുകൊണ്ട് വിഷമിക്കല്ലേ. നാളെ തന്നെ ഇൻഷാ അല്ലാഹ് ഇതിനേക്കാൾ നല്ല അത് നീ അവിടെ എങ്ങാണ്ട് തുടക്കോ ക്ലീൻ ചെയ്യുന്നത് എങ്ങാണ്ട് എവിടെയെങ്കിലും വെള്ളം എന്തെങ്കിലും കയറിയിട്ടുണ്ടാവും. അപ്പൊ രണ്ടാമത് പിളക്ക് കുത്തി കഴിഞ്ഞപ്പോ എന്തായി, ഷോർട്ടായി, അങ്ങനെ തട്ടിയതാണിത്. നീ അതിനൊന്നും പേടിക്കൊന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് നമുക്ക് വേറെ നല്ല ഫ്രിഡ്ജ് ഇന്ന് തന്നെ പോയി മേടിക്കണോ? ഇന്ന് വേണ്ട, അത് എന്തായാലും ഇത് പോയല്ലോ എന്നുള്ള വിഷമത്ത് നീ അന്ന് എനിക്കൊന്നും വേണ്ട, നീ ചായ എടുക്കുക. പറ, ഇവിടെ പട്ടുമെത്ത വേണോ? ഒരു പുല്ലായി വരാങ്ങാതെ രണ്ടുപേർക്കും പറ. എന്തിനാന്നേ കാശ് പറ. നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ നേരത്തെ സൂചിപ്പിച്ച ഒരവസ്ഥ ഉണ്ടാകാൻ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ മടിയിൽ ഭാര്യയോ ഭാര്യയുടെ മടിയിൽ ഭർത്താവോ തലവെച്ച് കിടക്കുന്ന ഒരവസ്ഥ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും മധ്യത്തിൽ ഒരു മൂന്നാം കക്ഷി കയറി വരണം. അപ്പോഴാണ് നിങ്ങളുടെ കുടുംബജീവിതം സന്തോഷമുള്ളൂ. രണ്ടുപേരുടെയും നടുക്ക് ഒരു മൂന്നാം കക്ഷി കയറി വരണം. ഈ മൂന്നാം കക്ഷി രണ്ടുപേരുടെയും സെൻട്രൽ ഉണ്ടെങ്കിൽ ഇവിടം ക്ലിയർ ആകുള്ളൂ, ഇവിടം ക്ലിയർ ആകുള്ളൂ. ഏതാണ് ആ മൂന്നാം കക്ഷി? ആ കക്ഷീനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്.
കുടുംബജീവിതം സന്തോഷമാകാൻ എൻ്റെ ബഹുമാനികളെ സാമ്പത്തിക വർധനവ് കൊണ്ടോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ സൗന്ദര്യങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ തറവാടുത്തം കൊണ്ടോ ഈ നിലയ്ക്ക് ഒന്നും നിങ്ങളുടെ കുടുംബജീവിതം സന്തോഷാക്കാമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അധികാര കസേരയിരുന്ന ആളല്ലേ പിന്നെ ബ്രിട്ടനിലെ ചാൾസിന്റെ ഭാര്യ ഡയാന രാജകുമാരി അല്ലേ? ചിന്തിച്ചു നോക്കി, അധികാരം ഉണ്ടായിരുന്നില്ലേ? കൊട്ടാരത്തിൽ നിന്നും രാജാവിനെ ഒഴിവാക്കിയിട്ട് ആ സ്ത്രീ എന്തു പറഞ്ഞു? ഡയാന രാജകുമാരി പറഞ്ഞു, എനിക്ക് ഈ മനുഷ്യനുമായിട്ടുള്ള ജീവിതം വേണ്ട, ഇറങ്ങിപ്പോന്നു കൊട്ടാരത്തിൽ നിന്ന്. എന്തി അവരുടെയൊക്കെ ജീവിതത്തിൽ എന്താ സംഭവിച്ചു മാനികളെ? അവളെ പിന്നെ അള്ളാഹ് അനുഗ്രഹിച്ച് പിന്നെ സഹായിക്കാൻ നമ്മുടെ കാക്കാച്ചടക്കം കൂടെ കൂടി. അത് നമ്മൾ പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലൊക്കെ വലിയ മുൻപന്തിയിലാണ്. നീ രാജാവിനെ കളഞ്ഞൊഴിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പരിഹരിച്ചു തരാം. ഈ കാരടിച്ചപ്പോൾ അവനും ചത്തുപോയി, കണ്ടില്ലാന്ന പേപ്പറിൽ ഡയാന രാജകുമാരിയുടെ ചത്തു ചെയ്തൊരു കാക്കാച്ചടക്കനാ. നമ്മളൊക്കെ എല്ലാത്തിലും മുമ്പന്തിലാട്ടോ. എന്തോരം കഞ്ചാവ് വേണം, എന്തോരം ബ്രാൻഡി വേണം, എന്തോരം ഇപ്പൊ പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ടല്ലോ, LCD ഇങ്ങനെ ഈ നാക്കേലിങ്ങനെ ഒട്ടിക്കണമെന്ന് പറയണേ, വളരെ ചെറുത്. അതൊക്കെ നമ്മുടെ പിള്ളേർ കാക്കാൻ പിള്ളേരോട് ചോദിച്ചാൽ കിട്ടും. അല്ലാണ്ട് ഇവിടുത്തെ രസാടി പിള്ളേരോട് ചോദിച്ചാൽ അവന്മാർക്ക് അറിയാൻ പാടില്ല എന്താ സാധനം. ഹിന്ദു പിള്ളേരോട് ചോദിച്ചാൽ അവന്മാർക്ക് അറിയാൻ പാടില്ല. നമ്മുടെ കാക്കാ പിള്ളേരോട് ചോദിച്ചാൽ അവർ വേണമെങ്കിൽ ഹോൾസെയിലായിട്ട് സാധനം എത്തിച്ചു. അള്ളാഹുവേ അള്ളാഹുവേ, ഉമ്മത്തിനെ നേരെയാക്കണമെങ്കിൽ അള്ളാഹുവിന്റെ അദാബില്ലാതെ നടക്കൂല. ബഹുമാനികളെ, പോട്ടെ വിഷയം മാറിപ്പോവും, ഇവിടെ ഇരുന്നോട്ടെ. നമ്മുടെ മക്കളെയൊക്കെ നല്ല വഴിക്ക് നയിച്ച് കണ്ണിന് കുളിർമ നൽകുന്ന നല്ല മക്കളാക്കി അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മൾ ശ്രദ്ധിച്ചാൽ എന്താ പറഞ്ഞത്? അധികാരം കൊണ്ടിട്ട് നിങ്ങളുടെ കുടുംബജീവിതം സന്തോഷമാക്കാമെന്ന് അല്ല. നമ്മുടെ കേരളത്തിലുണ്ടായില്ലേ ഗണേശ് എന്ന് പറഞ്ഞിട്ടൊരു ട്രാൻസ്പോർട്ട് മന്ത്രി ഉണ്ടായതല്ലേ? മുകളിൽ ചുവന്ന ലൈറ്റ്, മുമ്പിൽ കൊടി, പുറയിലും പിന്നെ മുന്നിലും എല്ലാം പിന്നെ സെക്യൂരിറ്റി പോലീസുകാര് ഒക്കെ ഉണ്ടായിരുന്നല്ലേ നമ്മുടെ കേരളത്തില്? ബാലകൃഷ്ണൻ പിള്ളയുടെ മോൻ മന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ് പെണ്ണുമ്പിള്ള ടിക്കറ്റ് അടിച്ച്. നിങ്ങളൊക്കെ കണ്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഒരു മന്ത്രി കസേര ഇരുന്നിട്ട് എന്തിയെ അയാളുടെ ദാമ്പത്യ ജീവിതം സന്തോഷമാക്കാൻ കഴിയാതിരുന്നത്? നിങ്ങൾ ആ വഴിക്കൊന്നും ചിന്തിക്കണ്ട. കുടുംബജീവിതം സന്തോഷാക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആവാനും നോക്കണ്ട, പണത്തിന്റെ പുറകെ നിങ്ങൾ പോകണ്ട. കുടുംബജീവിതം സന്തോഷം നമ്മളൊക്കെ പണിയെടുക്കണമെന്നില്ല, സന്തോഷത്തിനല്ലേ. എന്റെ ജീവിതത്തിൽ മറക്കാത്തൊരു സംഭവം ഉണ്ട് എനിക്ക്. കോട്ടയം ജില്ലയിൽ ഞാനൊരു സ്ഥലത്ത് വഴുതിന് പോയി. ഒരു 4-5 ദിവസത്തെ പരിപാടിയാണ്. വയത് കഴിഞ്ഞിട്ട് ഒരു ദിവസം അവിടെ താമസിക്കുകയാണ്. ഒരു ദിവസം ഉച്ചഭക്ഷണം കഴിക്കാൻ എന്നെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകണം. അയാൾ ഇന്ന് കാറിൽ തന്നെ അയാളുടെ കാറിൽ തന്നെ കയറ്റി കൊണ്ടുപോകണം. അവിടെ ചെന്ന് ഒരു വിശാലമായ റബ്ബർ തോട്ടത്തിന്റെ നടുക്കുള്ള ഒരു ടെറസ് വീട്, വിശാലമായ ഡൈനിങ് ഹാള്, ഇഷ്ടം പോലെ വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ കിട്ടി. എല്ലാം കഴിച്ച് അയാൾ എന്നെ കൊണ്ടുവന്നാക്കാൻ വേണ്ടി തിരിച്ചു പോരുമ്പോ ജംഗ്ഷനിൽ കുറെ ലൈൻ കെട്ടിടം കണ്ടു. ഉസ്താദെ, ഈ കെട്ടിടം എല്ലാം എന്റേതാണ്. ഇത് ഞാൻ എവിടെന്നെങ്കിലും ആരെങ്കിലും വാങ്ങിച്ചൊന്നും ഉണ്ടാക്കിയതല്ല, എന്റെ സ്വന്തം അധ്വാനത്തിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. അതുപോലെ ഉസ്താദെ, അവിടെ ഇരുന്ന് എന്റെ ആ വീടുണ്ടല്ലോ ഉസ്താദ്, ഞാൻ സ്വന്തം അധ്വാനത്തിൽ അള്ളാഹു എനിക്ക് തന്നുണ്ടാക്കിയ വീടാണ്. 10-16 ഏക്കർ റബ്ബർ തോട്ടമുണ്ട് ഉസ്താദെ, എന്റെ സ്വന്തം സ്വത്താണ്. ഇതെല്ലാം ഇങ്ങനെ പോകുന്ന വഴിക്ക് എന്നോട് പറയുന്ന ഇയാള് ഈ താമസിക്കുന്ന റൂമിന്റെ അവിടെ ചെന്ന് എന്നെ ഇറക്കി ഇട്ട് കഴിഞ്ഞിട്ട് ഇയാൾ എന്റെ പുറകെ റൂമിലേക്ക് റൂമിൽ കയറി വന്നിട്ട് എന്നോട് ചോദിച്ചു, ഉസ്താദേ ഞാനിവിടെ ഇരുന്ന് ഇത്തിരി നേരം വർത്താനം പറയണേന് വല്ല? ഞാൻ പറഞ്ഞു, ഒരു വർത്താനം വിഷമമില്ല, നിങ്ങൾ ഇഷ്ടം പോലെ പറഞ്ഞോളാം പറഞ്ഞു. അവളെ എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ആ കാണിച്ചു തന്ന സ്വത്തുക്കളെല്ലാം എൻ്റെ സ്വന്തം അധ്വാനത്തിൽ ഉണ്ടായതാന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെ, എനിക്ക് എത്ര വയസ്സുണ്ടാവും ഉസ്താദേ? അയാളെ എങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ 40 വയസ്സിൻ്റെ മുകളിൽ പ്രായം കയറാൻ സാധ്യതയില്ലാന്ന് പറഞ്ഞു. ഉസ്താദിൻ്റെ നോട്ടം കറക്റ്റാണ്, എനിക്ക് 40 വയസ്സേ ആയിട്ടുള്ളൂ. എൻ്റെ പെണ്ണുമ്പിള്ളേക്ക് 36 വയസ്സായുള്ളൂ ഉസ്താദ്. ഉസ്താദിനോട് എനിക്ക് പറയാനുള്ള സങ്കടം എന്താണെന്നറിയോ? ഉസ്താദിരുന്ന് ആ ഭക്ഷണം കഴിച്ച ടെറസ് വീടില്ലേ, ആ വീടിന്റെ 2 റൂമിലാണ് ഞങ്ങൾ കഴിഞ്ഞ 4 വർഷമായിട്ട് താമസിക്കുന്നത്. ഭാര്യ ഒരു റൂമില്, ഞാൻ മറ്റേ റൂമില്. കഴിഞ്ഞ 4 വർഷമായി ഉസ്താദ് ഞങ്ങൾ അങ്ങനെ 2 റൂമിൽ കഴിയുകയാണ്. ഞങ്ങളുടെ ഈ അവസ്ഥയൊന്ന് മാറി ഞങ്ങളുടെ ഇടയിൽ സന്തോഷകരമായ ഒരു അവസ്ഥ ഉണ്ടാകാൻ ഉസ്താദ് ദുആ ഇറക്കണം. ഇതാണ് അയാൾക്ക് അവസാനമായിട്ട് എന്നോട് പറയാനുള്ള അപേക്ഷ. 4 കൊല്ലായി 2 പേരും 2 മുറിയിലാണ്. ഞാൻ ഈ പിന്നെ മാളിയപ്പടിക്കുള്ള നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പശു സമ്മതിക്കുമോ ഈ പറഞ്ഞ ഡിമാൻഡിന്? പറയോ, സമ്മതിക്കുമോ?
നിങ്ങൾ വലിയ കാശൊക്കെ കൊടുത്ത് നല്ല കറവയുള്ള 10-50 ലിറ്റർ പാലുള്ള പശുവാണ്. നിങ്ങൾ മേടിച്ചു കൊണ്ടുവന്ന് ഒരു 7 മാസം 8 മാസം കറക്കുമ്പോൾ 8 മാസം കറന്നുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായിട്ട്. അങ്ങനെ കറന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ബക്കറ്റും വെള്ളമൊക്കെ ആയിട്ട് ചെന്ന് ആ പതിവ് പോലെ തന്നെ ആ വെള്ളം ഇത്തിരി ആ മലയിലേക്ക് ഒഴിച്ചോടുകൂടി ഇവളൊരറ്റ ചവിട്ട ബക്കറ്റും വെള്ളവും ചാണാക്കുഴിയിൽ നിങ്ങൾ തെറിച്ച് മുറ്റത്തേക്ക്. ദേശം വരായിരിക്കോ, പുൽത്തട്ടിക്കകത്ത് നിറച്ച് പുല്ലെടുക്കോളൂ നിന്നിട്ടില്ല, ബക്കറ്റിനകത്ത് കൊപ്പറവെള്ളം കലക്കി വെച്ചിട്ട് തൊട്ടിട്ടുമില്ല. ഒരു ശീമക്കൊന്നയുടെ പത്തലും കൊടിച്ചോണ്ട് നിന്നിട്ടുണ്ട്, 5-6 പുറത്തേക്ക് ഇട്ടെടുത്തിട്ട് നീ എന്നെ കൊന്നേലോടി മറ്റവളെ ബക്കറ്റും വെള്ളം കിടക്കണൊക്കെ. അപ്പൊ ഈ ചീത്തയും ഈ അടിയൊക്കെ കേട്ടപ്പോ നമ്മുടെ ഗോപാലഞ്ചോല ഇറങ്ങി വന്നിട്ട്, അല്ല എന്തേ മാലി പശുവിനെ തല്ലണേ ഗോപാലഞ്ചോല നിങ്ങൾ നോക്കിയാൽ ഇവിടെ തല്ലോ ഇവിടെ കൊല്ലണ്ടേ അധികം ബക്കറ്റും വെള്ളം കിടക്കണ നോക്കിയത് ചാണകുഴിയിൽ. ഞാൻ തീർച്ചയായും മുറ്റത്തേക്ക് പോയിന്നേ, ഇവിടെ ഒരു ഒറ്റ ചവിട്ടേ ഇതേവരെ ചവിട്ടാത്ത ഗോപാലഞ്ചോല ഇങ്ങനെ കറങ്ങിയൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞേ, മലികാക്ക തൽക്കാലം ഇനിയിപ്പോ ഈ ബക്കറ്റ് വെള്ളമായിട്ട് വെക്കിനടുത്ത് ഇരിക്കണ്ട, ഇവള് ഈ പുല്ലും തിന്നൂല ഈ കൊപ്പറയും കഴിക്കൂല, ഇവക്കിപ്പോ എന്താ ഡിമാൻഡ് എന്നറിയ ചവിട്ടേന്റെ കാര്യം മനസ്സിലാക്കണ്ടേ. ഇവളെ ഇപ്പൊ കെട്ടിക്കണോന്നുള്ളതാണ് ഇവക്കുടെ ഡിമാൻഡ്. 8 മാസം കറന്ന പശു അറിയാ ഇനി ഈ പണി ഇയാളെ കൊണ്ട് നേടിപ്പിക്കൂല, ഇയാൾ കറന്ന പാല് കിട്ടും, പക്ഷെ എന്റെ മൊലയിൽ തൊടിപ്പിക്കില്ല, എനിക്കിനി 2ാമത് ഗർഭം ധരിക്കണം, എന്റെ പുതിയാപ്പിളനെ കെട്ടിക്കണം. 8 മാസമായ നാൽക്കാലി പറയുന്നു എന്റെ ഇണയുമായിട്ട് എനിക്ക് കൂടണം. ബഹുമാനികളെ, എല്ലാ നിലയ്ക്കും വിവേകവും പക്വതയും ബുദ്ധിമാനെന്നൊക്കെ അറിയപ്പെടുന്ന 2 കാലയിൽ ജീവിക്കുന്ന മനുഷ്യൻ പറയുന്നു, ഞാനും എന്റെ ഭാര്യയും കഴിഞ്ഞ 4 വർഷമായി 2 റൂമിലാണ് കിടക്കുന്നത്. എന്തിനാടോ കൊട്ടാരം പറ, എന്തിനാ കാശ് പറ. എന്റെ ബഹുമാനികളെ, ഇങ്ങനെ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാല് ഈ ലോകത്ത് എന്തെല്ലാം നമ്മൾ നേടുന്നുണ്ടോ. ഈ എറണാകുളം DIG ഓഫീസിന്റെ മുമ്പിലാ ഒരു പെണ്ണുമുള്ള മുൻ DIGയുടെ മോളാന്ന് പറയുന്നത്. പത്രത്തിൽ ഞാൻ വായിച്ച ഒരു 10 കൊല്ലം മുമ്പ്, ഇന്നും എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അവള് നിരാഹാര സത്യാഗ്രഹം കിടന്നു. എന്താ ഡിമാൻഡ് എന്നറിയോ? IAS-കാരനായ എന്റെ ഭർത്താവ് എന്റെ 2 മക്കളെയും കൊണ്ട് ബോംബെയിലേക്ക് മുങ്ങിയിരിക്കുകയാണ്, കേരള പോലീസ് എന്റെ മക്കളെ പിടിച്ചു തന്നെ. IAS-കാരനാണ് ഭർത്താവ്. ഈ കിടക്കുന്ന പെണ്ണാരാ, യുവതിയാരാ? മുൻ DIGയുടെ മോളാണ്. വിദ്യാഭ്യാസമല്ലേ ബഹുമാനികളെ? 4ാം ക്ലാസ്സുകാരിയാണോ ഇവള്? 4ാം ക്ലാസ്സുകാരനാണോ ഭർത്താവ്? വിദ്യാഭ്യാസം കൊണ്ട് എന്ത് അവരുടെ കുടുംബജീവിതം തകർന്നു. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നത് ഇവിടെ കാക്കാമാരുടെ ഇടയിലല്ല, സിനിമാ നടീ നടന്മാരുടെ ഇടയിലാണ്. സൗന്ദര്യമുള്ളവരല്ലേ നടീ നടന്മാരെന്നൊക്കെ പറയുന്നത്? സിനിമാ നടീ നടന്മാരെന്നൊക്കെ പറഞ്ഞാൽ സൗന്ദര്യമുള്ളവരാണ്. ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നത് ഇന്ന് വേറെ ഏത് മേഖലയേക്കാൾ കൂടുതൽ സിനിമാ നടീ നടന്മാരുടെ ഇടയിലാണ്. ഇത് ശരിയാണോ ബഹുമാനികളെ? ഈ വിവാഹമോചനം നടത്തിയവന്മാരുടെ പേരും അതിന്റെ തലാക്കിയിലെ പെണ്ണിന്റെ അവർ തമ്മിൽ അടികൂടിയതിന്റെ പേരും മറ്റും ഞാൻ കാണാൻ പഠിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇതിന്റെ പറയുന്നത് ശരിയാണോ? വിവാഹമോചനം ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്ന അതിലാണോ? ബഹുമാനികളെ, ഈ ഒരു അവസ്ഥ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാതിരിക്കാൻ നിങ്ങളുടെ 2 പേരുടെയും നടുക്കൊരു 3ാം കക്ഷി കയറി വരണം. ആരാണ് ആ 3ാം കക്ഷി? അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി. ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയ്ക്ക് നബിത്തങ്ങൾ കയറി വന്നാൽ കുടുംബജീവിതം സന്തുഷ്ടമായി. എങ്ങനെയാ നബി കയറി വരുന്നത്? നബിത്തങ്ങളുടെ ദർശനം, നബിത്തങ്ങളുടെ പാഠങ്ങൾ, നബിത്തങ്ങളുടെ സംസ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ ഫദ്ഫർ ബിദാത്തിദ്ദീൻ തർബത് യദാക് ഔ കമാ ഖാല റസൂലുള്ളാഹി. വിവാഹ ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കുന്നതിന് മുമ്പ് 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ശ്രദ്ധിക്കാതെ ഒരുത്തൻ വിവാഹിതനായാൽ, ഒരുത്തി വിവാഹിതയായാൽ, അതിന്റെ പേരിൽ നിങ്ങൾ ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് സമാധാനം പറയേണ്ടത് മുസ്ലിം ഉമ്മത്തല്ല, അല്ലെങ്കിൽ അള്ളാന്റെ റസൂലല്ല, അല്ലെങ്കിൽ ഖുർആനല്ല. നിങ്ങളോട് ജീവിതം ബന്ധപ്പെടേണ്ട ജീവിതത്തിന്റെ ശൈലി നബിത്തങ്ങൾ വിശദീകരിച്ച് ഞങ്ങൾ കാറ്റിപ്പറത്തി. അതാണ് സംഭവം. നബിത്തങ്ങൾ പറഞ്ഞു 4 കാര്യം വിവാഹിതരാകുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടേ വിവാഹത്തിലേക്ക് കടക്കാവുള്ളൂ. തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ ഫദ്ഫർ ബിദാത്തിദ്ദീൻ. ബാവാ മുസ്ലിയാരെ, ഇത് ഞങ്ങളുടെ ഖത്തീബ് ഉസ്താദേ ഈ നിക്കാഹിന് വന്നിരിക്കുമ്പോ പുതിയാപ്പിളേട്ട പറഞ്ഞു കൊടുക്കണ ഹദീസാണല്ലോ. അതെ അതെ അതെ. ഇതിപ്പോ ഈ മജ്ലിസിൽ ഞങ്ങളോട് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം? നിങ്ങളോട് എന്താ കാര്യമുണ്ട്? കാര്യമില്ലേ പിന്നെ ഞാൻ പറയൂ?
അല്ല ഞങ്ങളെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന കണ്ണൂർന്ന് നോക്കിയാൽ എപ്പോഴും കണ്ണടച്ച് പിടിച്ചിട്ടാണ് കാര്യം മനസ്സിലാവത്ത്. ഒന്ന് കണ്ണൂർന്ന് നോക്കിയാൽ ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്താത്? ഞങ്ങളിൽ ഈ ഇരിക്കുന്നവരുടെ കഴുത്തേൽ ഓരോന്ന് തൂങ്ങാത്തതും ഓരോ സ്ഥലത്ത് പോയി കുടുങ്ങാത്തതും ഇതിനകത്ത് വളരെ അപൂർവമുള്ളൂ. എന്ന് പറഞ്ഞാൽ കെട്ടാത്ത ചെറുക്കന്മാരും കെട്ടിക്കാത്ത പെൺപിള്ളേരും ഇതിനകത്ത് വളരെ കുറച്ചുള്ളൂ. ഇങ്ങനെയുള്ള ഞങ്ങളോട് തുങ്കോൽ മറുപത്തിൽ അറുപഴില്ലി ബാലിയാവലി ജമാലിയ ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? മനസ്സിലായി കാര്യമുണ്ടോ? ഞാൻ ചുമ്മാറിനാലേ ഇതിനകത്ത് കാര്യമുണ്ട്. എന്താ കാര്യം? ഒരു സ്ഥലത്ത് പോയി കുടുങ്ങിന്ന് കരുതി അവിടെ കിടന്ന് ചാവണ്ടാന്ന് നിങ്ങളൊരു പൊട്ടക്കിണറിലേക്ക് ചാടി. ഒരാളൊരു കയറിട്ട് വരും, അതെ ഇതേ പിടിച്ചുകൊണ്ട് കയറി പോരെ. ഞാനിവിടെ കിടന്ന് ചാവാൻ പോവാണ്, അങ്ങനെ ചാവണ്ട, ഈ കയറെ പിടിച്ച് കയറി പോരേന്ന്. അതെങ്ങനെ കയറി പോന്നെ മാമസില്ലാറ്? അപ്പൊ ഈ കഴുത്തെ തൂങ്ങിയാക്കണതിനെ ഒഴിവാക്കണമെന്നാണ് മാമലിയാറോട്. അല്ലോ ഹലാലി ഇൻദല്ലാഹി അത്തലാഖ് നബിയനാ റസൂലുള്ളാഹി. ഒരു കാരണവശാലും നിങ്ങൾ പിരിയാൻ ഇസ്ലാം അനുകൂലിക്കുന്നില്ല. പിന്നെ എന്താ വാംശേര് പറയുന്നത്? ഇതിനെ ഒഴിവാക്കലല്ലേ ഇപ്പൊ വേറെ മാർഗമുള്ളൂ. ഒഴിവാക്കാൻ ഒരിക്കലും അനുവദിക്കുന്നില്ല. അള്ളാഹുവിന്റെ നബി പറയാണ് തലാഖ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ പടച്ച തമ്പുരാന് ഏറ്റവും കോപമുള്ളത് വിവാഹമോചനമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരിക്കലും നിങ്ങളോട് തലാഖെല്ലാം പറയണില്ല. അപ്പൊ ഇങ്ങനെ ബില്ല് അവതരിപ്പിക്കാൻ എന്തോരം ബില്ലാണ് അവതരിപ്പിക്കുന്നത്. എല്ലാം നിങ്ങളെ കൊല്ലാൻ തന്നെ. ഇറാഖിലേക്ക് ചുമ്മാ കയറി അമേരിക്കക്ക് ആക്രമിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ജൂതനെ കൊണ്ട് എന്ത് ചെയ്തു? വേൾഡ് ടെറർ സെന്ററിലേക്ക് ഒരു പ്ലെയിൻ പറപ്പിച്ചിട്ട് അങ്ങ് ഇടിപ്പിച്ചു. ഒറ്റ ജൂതനുണ്ടായില്ല എന്നാണ് അന്ന്. ആയിരക്കണക്കിന് ആളുകൾ പണിയെടുക്കുന്ന ആ സ്ഥാപനത്തില് നിരവധി ജൂതന്മാരുണ്ടായി, ഉദ്യോഗസ്ഥന്മാര്. ഒറ്റയാളും വന്ന് ഡ്യൂട്ടിയിലുണ്ടായില്ല. എല്ലാവരും ലീവ് എടുത്തു. ലോകം അന്വേഷിച്ചില്ല എന്താണ് ഈ ജൂതന്മാരെല്ലാം ഒറ്റ അടക്കിൽ ലീവ് എടുത്ത് അന്വേഷിച്ചില്ല. ഇടിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോ, തകർന്നു കഴിഞ്ഞപ്പോ അമേരിക്ക കണ്ടെത്തി ഇതിന്റെ ഒറിജിനൽ ആള് സദ്ദാം ഹുസൈനാണ്. കയറി അടിച്ചു, ലക്ഷക്കണക്കിന് മുസ്ലിമിനെ കൊന്നുകളഞ്ഞു. ഇത് തന്നെയാണ് ഈ ബില്ലിന്റെ ഒക്കെ ലക്ഷ്യം. മുസ്ലിമിനെ അകത്തിടുക, അവനെ ആക്രമിക്കുക, അവനെ ഉപദ്രവിക്കുക. ഇതിന് കാരണം ഇവരെ അല്ലാതെ ഒന്നും ആക്രമിക്കാൻ പറ്റണില്ല. ഇവരെ ചുമ്മാ തീവ്രവാദികളെ, രാജ്യദ്രോഹികളെ, അക്രമികളാണെന്നൊക്കെ ഇങ്ങനെ നായിക്കാൻ അപ്പോട്ടും പറയുന്നുണ്ടെങ്കിലും അതൊന്നും ഇവരിൽ തെളിയിക്കാൻ കഴിയണില്ല. ഇവരെ പിടിച്ചൊന്ന് അകത്തിടണ്ടേ? അകത്തിടണമെങ്കിൽ ഒരു കാര്യം. എന്താ കാര്യം? അവിടെ ആ പെണ്ണിനെ ഇയാൾ തലാക്കിയില്ല, അതിന് തെളിവൊന്നും വേണ്ട. തലാക്ക് ചെല്ലി എന്ന് പറഞ്ഞാൽ പിടിച്ചകത്തിടാം. എങ്ങനെ തലാക്കല്ലി? 3 തലാക്ക് ചെല്ലി. ഒരിക്കലും ഇത് പറയണില്ല. അത്തലാഖു മർറത്താനി. ഖുർആൻ നേർക്ക് നേരെ പറയാ. തലാക്ക് 2, 3 ഒരിക്കലും അനുവദിച്ചിട്ടില്ല. നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് സഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഈ മനുഷ്യൻ ഒറ്റ ഇരിപ്പിൽ 3 തലാക്കില് മുഖം അങ്ങ് ചുവന്നു. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്റെ ഹയാത്തിലാണോടോ നിങ്ങൾ ഖുർആൻ കൊണ്ട് കളിക്കുന്നത്? അതാ ചോദിച്ചത്. ആ ഭാഷയിലാ വെച്ചത്. ഖുർആൻ കൊണ്ട് നിങ്ങൾ കളിക്കുകയാണോ? ഒരിക്കലും അനുവദിച്ചിട്ടില്ല ബഹുമാനികളെ. പിന്നെ ഒരാളെങ്ങനെ അവിവേകത്തോടു കൂടി 3 പറഞ്ഞാൽ സംഗതി പുറത്തു. അതുകൊണ്ട് സൂക്ഷിക്കണേന്നായി പറയണേ. എന്റെ അടുത്തൊരു കോഴീനെ ഇറക്കാൻ വേണ്ടി തന്നു ഒരാൾ. കോഴിയുടെ തലയിൽ ഞാനും പിടിച്ചു, ഉടലയിൽ അങ്ങേരും പിടിച്ചു. എന്നോട് പറഞ്ഞു, കത്തി ഇച്ചിരി മൂർച്ചോറാട്ടോ മനസ്സിലാരെ 3 വരയിലുണ്ടിട്ട് ഇറക്കാവുള്ളൂട്ടൊന്നും. 3 വരയിലാണ് അറവയുടെ മാക്സിമം എന്ന് പറഞ്ഞാൽ അമർത്തി മുകളിലേക്ക് 1, പിന്നെ താഴത്തേക്ക് ഒരു ഒതുക്കല്, പിന്നെ ഒരു വലി, ഇത്രേ ഉള്ളൂ. ഈ 3 വരയിലാണ് അറക്കല്. സംഗതി ഹലാലെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഹലാല് ചിക്കനുമാണ്, ഹലാല് പോത്തുമാണ്. ഈ രാഗലായിട്ടുണ്ട്. അല്ലാണ്ട് ഇപ്പൊ ഇത് വൃത്തിയിട്ടുണ്ട്. ബോർഡ് എഴുതി വെച്ചേക്കണത് ഹലാലെന്താ? എവിടെ ബഹുമാനികളെ? അതൊക്കെ പണ്ടായിരുന്നു. ആ കാലമൊക്കെ പോയിട്ടോ. എന്നിട്ട് നന്നാവണം എന്നാ പറയണേ. ബ്രോയിലർ കോഴി നന്നാവണവര് നന്നാവും. എന്റെ ബഹുമാനികളെ, ദുആ സ്വീകരിക്കണില്ല എന്നാ പരാതി. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ മുൻഗാമികളുടെ ഒക്കെ സൂക്ഷ്മത ഇന്ന് നമുക്കുണ്ടോ? ഒരു കോഴീനെ നേർച്ചക്കൊക്കെ കാണാം. നേർച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നിരിക്കും. നേർച്ചയൊക്കെ കഴിഞ്ഞ് തേങ്ങാച്ചോറും കോഴിയിറച്ചിയാണ്. എന്നിട്ടാ ആകെ ഒരു കോഴിപ്പൂനെ അർത്ഥക്കണേ. എന്നിട്ട് കുറെ ഉരുളൻകിഴങ്ങൊക്കെ ഇട്ടിട്ട് ചാറ് നീട്ടി, അങ്ങനെയാണ്. പക്ഷെ അതിനും വലിയ പിന്നെ പിടുത്താണ്, വലിയ താല്പര്യമാണ്. അങ്ങനെ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോ തേങ്ങാച്ചോറ് ഇട്ടിട്ട് അത് വിളമ്പിയ ആളങ്ങോട്ട് മാറുമ്പോ ഇറച്ചിക്കാരൻ വരും. എന്തിറച്ചിയാടാ മോനെ? അല്ല, 1-ാം നമ്പർ കൊഴുപ്പൂനായി വീട്ടിൽ വളർത്തിയ നാടൻ കോഴിയാണ്. ആരാ അറുത്ത്? സേനിതിങ്ങാക്കായ അറുത്ത്. മറ്റേടെ ഉള്ള പരിപ്പൊരു ഇത്തിരിയും കൂടെ വെച്ചായിരുന്നു. കോഴിയിറച്ചി ഏറ്റവും ഇഷ്ടമുള്ള ആളായി കാക്ക. പക്ഷെ എന്താ പറഞ്ഞറിയോ?
അത് മാറ്റിക്കേ. ആ പരിപ്പൊരു ഇത്തിരി കൂടി ഒഴിച്ചാൽ എന്തേ സൈനത്തിൽ ലോഹറിന് വരുമ്പോഴാണ് സുബൈ കള്ളാ വിട്ടണേ. സുബൈക്ക് വരൂല, വേറെ കുഴപ്പമൊന്നുമല്ല അയക്കില്ല. സുബൈക്ക് ജമാഅത്തിന് വരാത്ത സൈനുദ്ദീൻ അർത്ഥ കോഴി എനിക്ക് വേണ്ട. കാരണം എന്താ? അത് പരിശുദ്ധമായ കോഴിയിറച്ചിയല്ല. ഹലാലൻ ത്വയ്യിബ എന്ന് പറയുന്ന പരിശുദ്ധമായ ഇറച്ചി അത് പരിശുദ്ധമല്ല, ഹലാലാ പക്ഷെ പരിശുദ്ധമായിട്ടില്ല. പറ, ഈ ചിക്കൻ കയറിയിട്ട് ഏതെല്ലാം ശൈലിയിലപ്പൊ ചിക്കൻ കിട്ടണ ബഹുമാനികളെ? ഏത് കടയിൽ കയറിയിട്ടാ നമ്മളോ നമ്മുടെ മക്കളോ അപ്പോഴേ ഈ കോഴി ഇത് ആരാ അത് പള്ളിയിലെ മുല്ലാക്കർത്താ എന്നാ പറഞ്ഞ കൂടെ കൂട്ടുകാരെ. ഈ ദുര്യാവിലുണ്ടാവും അങ്ങനെ സമയം കാക്ക മലന്ന് തുറക്കണം. ബംഗാളികളെ കണ്ടിക്കണേ, അന്നേർക്ക് തോന്നിയാരെയൊക്കെ കണ്ടിക്കും. ശരിയാണോ ബഹുമാനികൾ? അതെയോ? എവിടെ ഇപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ സൂക്ഷ്മത ഒക്കെ പോയി, എല്ലാം പോയി. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? എന്നോട് പറഞ്ഞു കത്തി ഇത്തിരി കണ്ടീഷൻ കുറവാണ് അവസ്ഥാതെ, അതുകൊണ്ട് 3 വരയിൽ കൊണ്ടിട്ടാണ് കേട്ടോ അറക്കാവുള്ളൂ. ഒറ്റ വരയിൽ അർത്താൻ അൽഹംദുലില്ലാ. അതാണ് ഏറ്റവും മൃഗത്തിന് ഏറ്റവും എളുപ്പം. ഇതാ ദബഹത്തും ദബഹ, നിങ്ങൾ അറക്കുമ്പോൾ മൃഗത്തിനെ ഉപദ്രവിക്കാതെ വേദനിപ്പിക്കാതെ വിഷമിക്കാത്ത രീതിയിൽ അറക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അത് ഒറ്റ വരയിലാ. ഇയാൾ പറഞ്ഞു കത്തി ഇത്തിരി കണ്ടീഷൻ കുറവ്, അതുകൊണ്ട് മനസ്സിലായ 3 വരയിലുകൊണ്ട് അർത്ഥം മതി ഇട്ടു. അങ്ങനെ ആവട്ടെന്നു. ഈ കാക്ക ഉടലേലും പിടിച്ചു, ഞാൻ തലയിലും പിടിച്ചിട്ട് 1 വരയിലും വന്നപ്പോഴത്തേക്കും തല എന്റെ കയ്യിലായി, ഉടല അങ്ങേരുടെ കയ്യിലായി. കാക്ക ജീവൻ മരിക്കില്ല. ഈ കോഴീനെ അർത്ഥം ഈ മരിക്കലും ഞാൻ അംഗീകരിക്കില്ല. ഞാൻ ചേടാക്ക കോഴി മരിച്ചു. ഇത് 3 വരയിൽ കൊണ്ട് അറക്കണോന്നാ നിങ്ങളോട് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഒറ്റ വരയിൽ വരിഞ്ഞു, ഇത് ഞാൻ മരിച്ചാൽ അംഗീകരിക്കില്ല. ഇതാണ് വിഷയം. സംഗതി കോഴി മരിച്ചു. കോഴി മരിച്ചോമാനികളെ ദേഷ്യത്തോടു കൂടി നിന്നെ ഞാൻ 3 തലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞാൽ സംഗതി പെണ്ണൗട്ടായി, പിന്നെ നിന്റെ ഭാര്യയല്ല. പറയാൻ പാടില്ല എന്നുള്ളത് വേറെ കാര്യം. ഇതൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്നതുമല്ല, പ്രോത്സാഹിപ്പിക്കുന്നതുമല്ല. നബി തങ്ങൾ പറയുന്നു അല്ലാഹു തആല അനുവദിക്കപ്പെട്ട് നിങ്ങൾക്ക് അനുവദിച്ചു തന്നതിൽ നിന്ന് അല്ലാഹുക്ക് ഏറ്റവും കോപമുള്ളത് തലാഖാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്ന് പറഞ്ഞാൽ വീട്ടിലെ കാക്ക കസേരയിൽ ഇങ്ങനെ കയറി മലന്ന് കാലൊക്കെ ഇങ്ങനെ ആ ഇതിന്റെ പടിയിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മലന്ന് കയറി കിടക്കുകയാണ്. അപ്പോഴാണ് കാക്കയുടെ കുരുത്തം കെട്ട ഇറക്കം കയറി വന്നത്. അവൻ കയറി വന്നിട്ട് പറഞ്ഞു അപ്പൊ മുഖത്തേക്ക് നോക്കല്ല കേട്ടോ, മന്നത് അകലേന്ന് കണ്ടായിരുന്നു. ഇങ്ങനെ നേരെ നോക്കി കിടക്കുകയാണ്. അപ്പാ ഒരു 50,000 രൂപ. അപ്പൊ അങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങോട്ട് ചെറുക്കൻ്റെ നോക്കണല്ലോ. എന്തിനാ? ഇന്ന് ക്ലബിൽ എന്റെ വക എല്ലാവർക്കും വെള്ളം മേടിച്ചു കൊടുക്കാനാണ്. അപ്പൊ ഇങ്ങനെ നോക്കിയാടാ മോനെ, ഞാൻ ചോര വേർപ്പാക്കി പണിതുണ്ടാക്കിയതാണ് ഈ കാശ്. അത് നിനക്കും നിന്റെ കൂട്ടുകാർക്കും കള്ളടിക്കാനുള്ളതല്ല, അത് എന്റെ ആവശ്യത്തിനുള്ളതാണ്. ആഹാ, ഇങ്ങോട്ട് നോക്കിക്കേ. ഷർട്ട് അങ്ങോട്ട് പൊക്കി. ഷർട്ട് പൊക്കിപ്പോണ്ടാ പാന്റിന്റെ ഇടയിൽ 16 ഇഞ്ചിന്റെ കടാര ഇറക്കി വെച്ചേക്കോണ്. കാക്ക വേഗം കാല് കഴിച്ചേക്ക് ഇട്ടാണ്. മോനെ, നീ ആ ഷർട്ട് കത്തിട്ടടാ, ഈ കസേരയിൽ ഇരിക്കും, നീ ഇവിടെ ഇരിക്കട്ടോ, ഞാൻ ഇപ്പൊ തന്നെ കയറിയിട്ട് ഒറ്റ പരിക്കാത്തത്. ഇപ്പൊ നീ ഇവിടെ ഇരിക്കുക, ആ ഷർട്ട് താത്തിയിടുവാനെ, നീ ഇവിടെ ഇരിക്ക്. കാക്ക വേഗം അകത്ത് പോയി. എണ്ണാൻ എളുപ്പമുണ്ടല്ലോ, മോഡി അങ്ങനെ ഗുണം ചെയ്തിട്ടുണ്ട്. 2000-ന്റെ ഒരു 25 എണ്ണ എടുത്ത് വന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് ഈ കാക്ക സ്വർഗത്തിൽ പോകാൻ വേണ്ടി കൊടുക്കണാണോ? ഈ കാക്ക പൊരുത്തപ്പെട്ടു കൊടുക്കണാണോ? ഗുണമായിട്ട് കൊടുക്കണാണോ? കൊടുത്തില്ലെങ്കിൽ കടാര ചങ്കിന് കെട്ടും. ജീവൻ നിലനിൽക്കണമെങ്കിൽ 50,000 രൂപ കൊടുത്തേ പറ്റൂ. ഇതുപോലെ ഭാര്യയെ നിന്റെ ഭർത്താവിനോടൊപ്പം ജീവിച്ചാൽ നിന്റെ ജീവൻ അപകടപ്പെടുമെന്ന് കണ്ടാൽ, ഭർത്താവേ നിന്റെ ഭാര്യയോടൊപ്പം നീ ജീവിച്ചാൽ നിന്റെ ജീവൻ അപകടപ്പെടുമെന്ന് കണ്ടാൽ, നിങ്ങൾക്ക് പരസ്പരം പിരിയുന്നതിന് അല്ലാഹു തആല അനുവാദം തന്നിട്ടുണ്ട്. ഇതാ തലാക്ക്. അത് നേരിക്ക് നേരെ ഖുർആൻ പഠിപ്പിച്ചിരുന്നുണ്ട്. തലാക്ക് എന്ന് പറയുന്നത് സറ്റൂരുന്നത് പോലെയല്ല. നിങ്ങളുടെ ഭാര്യമാരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ പിണക്കത്തിനെ ഭയന്നാൽ, വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന വഇദൂഹുന്ന വഹ്ജുറൂഹുന്ന ഫിൽ മവാജിദി. തലാക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് അർത്ഥമുള്ളതൊന്നുമല്ല. എന്നെ മുസ്ലിയാരെ പിന്നെ ഞാനിവിടെ കിടന്ന് അങ്ങോട്ട് കുളത്തിൽ കിടന്ന് നിങ്ങൾ ചത്തുകൊണ്ടാന്ന് പറഞ്ഞാല് ഭാര്യനെ തലാക്കലോന്നാണോ? അല്ലെങ്കിൽ ഭർത്താവിനെ ഒഴിവാക്കണമെന്നല്ലോ. ഒരു നിലയ്ക്കും അനുവദിക്കപ്പെട്ടിട്ടില്ല. ഖുർആൻ നേരെ വിവരിക്കുന്നു, ഭാര്യ നിന്നോട് പിണങ്ങിയാൽ അതുണ്ടാകും ബഹുമാനികളെ. ഞാൻ അതിലേക്കാ വരാൻ പോണത്. ഭാര്യ എന്ന് പറയുന്നത് നിന്നെ പോലുള്ളതായ സ്വഭാവവും ശൈലിയും ഉള്ളതല്ല. അതിന്റെ ഭാഗത്ത് പിണക്കോ അനുസരണക്കേടും ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു അനുസരണക്കേടുണ്ടായാൽ നീ ഉപദേശിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. ഏത് വെള്ളിയാഴ്ച കുഴിയാലിപ്പടി മെമ്പറേലും നിങ്ങൾ കേൾക്കാത്തത്?
ഖൂലൂ ഖൗലൻ സദീദൻ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമ. ഏത് മിമ്പറിലാ ലോകത്ത് കേൾക്കാത്ത ഖുതുബ? പറ, ഏത് മിമ്പറിലുണ്ട്? എന്താ പറഞ്ഞത്? നിങ്ങൾ നല്ല വർത്താനം പറട്ടോ, നല്ല വർത്താനം പറ. നിങ്ങൾ നല്ല സംസാരം സംസാരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പാപം പുറത്തു തരും, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നന്നാക്കി തരും. ഇത് അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് തരുന്ന ഉപദേശമാണ്. ഇതിനെ നിങ്ങൾ ആരെങ്കിലും നടപ്പിലാക്കിയാൽ ഫഖദ് ഫാസ ഫൗസൻ അദീമ, നിങ്ങൾ ഉന്നതമായ വിജയത്തിന്റെ വക്താക്കളായി. നല്ല വർത്താനം പറയാ. പെണ്ണും പിള്ള പിണങ്ങിയാൽ നീ ഈ തമിഴ്നാട്ടിൽ നിന്ന് ബംഗാളിൽ നിന്നൊക്കെ ഈ ടെലിഫോണിന്റെ കുഴി താത്താമന്റെ പെണ്ണുങ്ങളുടെ അരി അവിടെ ഒരു ശകലം വെച്ചൊട്ടിച്ച് ഇവിടെ ഇത്തിരി വെച്ചൊട്ടിച്ച് ഇതിങ്ങനെയൊക്കെ ആയാ എൻ്റെ നീ കാരണം അല്ലാഹു തആല എന്നെ ശിക്ഷിക്കും. കാരണം അല്ലാഹ് പറഞ്ഞത് ഖൂ അൻഫുസക്കും വഅഹ്ലിക്കും നാറ. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ശരീരത്തിനെ മാത്രം നരകത്തിൽ രക്ഷപ്പെടുത്തിയാൽ പോരാ, നിങ്ങളുടെ ഭാര്യമാര്, നിങ്ങളുടെ മക്കള്, അവരുടെയൊക്കെ ശരീരത്തിനെ നരകത്തിൽ രക്ഷപ്പെടുത്തേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. ഇത് പടച്ചോൻ പറഞ്ഞതാണ് എൻ്റെ പ്രിയപ്പെട്ടവളെ. അതുകൊണ്ട് നിനക്ക് ഞാനൊരു വെറുതെ മക്കനെ മേടിച്ചു തരാം, നീ പടച്ചോനോർത്തി സാരിയും ബ്ലൗസും ഒക്കെ എടുത്ത് കളയണം. അവള് പറഞ്ഞേ, ആഹാ ഇപ്പൊ വലിയ വഴലുള്ള പറയണത് ഈ വക ഇടപാടൊന്നും എന്റെ അടുത്ത് നടക്കൂല. ഞാൻ ആ ഇളയ ചെറുക്കനും കൂടെ പെണ്ണ് കെട്ടിയിട്ട് ഒരു ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുകയാണ്. ഇയാൾക്കും വേണമെങ്കിൽ കൂടെ പോനീ പോരെ. അങ്ങനെ ഹജ്ജൊക്കെ അങ്ങോട്ട് കഴിഞ്ഞങ്ങ് വന്നാൽ പിന്നെ ഞാൻ വെറുതെ മക്കനെ തന്നെയാ, പിന്നെ ശാരിയിലേക്കൊന്നും ഞാൻ നോക്കണില്ല. അതുകൊണ്ട് അതുവരെ ഇപ്പൊ ഇയാൾ എന്നോട് ഇപ്പൊ ഇതൊന്നും പറയണ്ട, ഞാൻ ഇങ്ങനെ ചെത്തി തന്നെ നടക്കുള്ളൂ. ഞാൻ കല്യാണത്തിന് മുമ്പ് ഇയാൾക്ക് സൗകര്യമുണ്ട് എൻ്റെ കൂടെ വന്നത്, എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. അപ്പൊ അവിടെ പഠിച്ച കരാട്ട ഉപയോഗിക്കാനല്ല അല്ലാഹു തആല പറഞ്ഞേ. നോക്കിയേ, അല്ലാഹ് പറയത് പഠിച്ചോനാ പറയണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വഅദൂഹുന്ന വലാത്തി തഖാഫുന നുശൂസഹുന്ന വഅദൂഹുന്ന. അനുസരണക്കേട് നിന്റെ ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ നല്ല നിലയ്ക്ക് ഉപദേശിക്കണം. അവിടെ അടിയിടിയൊന്നുമല്ല, നല്ല നിലയ്ക്ക് ഉപദേശിക്കണം. ഇതൊന്നും നമുക്കൊന്നും പലർക്കും നടക്കണില്ല. ബഹുമാനികളെ, പലർക്കും നടക്കണില്ല. ഈ നല്ല വാക്കിൽ ഉപദേശിക്കുന്ന ഒരു ശൈലി, ഈ കുറ്റപ്പെടുത്തലും ഈ പിന്നെ ഭീഷണിപ്പെടുത്തലും വഴക്ക് പറയലും ഒക്കെയാണ് നമ്മുടെ ജോലിക്ക് പോയതാണ്. നിങ്ങളുടെ കാര്യമല്ല, വാമസിലാറ് തന്നെ കുട്ടികൾ നേരം വെളുത്തു പെണ്ണുപിള്ള ഉണ്ടാക്കി തന്നൊക്കെ ആയിട്ട് വാരി കെട്ടിയൊക്കെ ഓഫീസിലേക്ക് പോവാണ്, അല്ലെങ്കിൽ കച്ചവടത്തിന് പോവാണ്. ഓഫീസ് തന്നെ ആവട്ടെ. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മറന്നുപോയി, ഓഫീസില്ല. കാരണം എന്താ, പണിമുടക്ക് കാരണം ആരും എത്തിയിട്ടില്ല, ഇന്ന് കാര്യങ്ങൾ ഓടുമില്ല. വെറുതെ വണ്ടിക്കൂലി മുടക്കി ഇവിടം വരെ വന്നല്ലോ, തിരിച്ച് നേരെ വീട്ടിലേക്ക് എല്ലുവാണ്. ശ്രദ്ധിച്ചോട്ടോ, നമ്മുടെയൊക്കെ ശൈലി ഇതാണോ ഒന്ന് നോക്കിക്കോ. നബിത്തങ്ങളുടെയൊക്കെ സ്വഭാവം, അല്ലാഹുവിന്റെ റസൂലിന്റെ ശൈലി. ആയിഷാബിയോട് ചോദിച്ചു, വീട്ടിലേക്ക് വന്നാ എന്താ അവസ്ഥന്ന്. കാന ഫീ മിഹ്നത്തി അഹ്ലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം തന്റെ സ്വന്തം ഭാര്യ വർണ്ണിക്കുകയാണ്. മഹാനായ നബി തങ്ങൾ വീട്ടിലേക്ക് ഇങ്ങോട്ട് വന്നാൽ ഒരു അടുക്കളപ്പണിക്കാരനാണെന്ന് ആയിഷത്തു തുഹ്റ റളിയല്ലാഹു തആല അൻഹ. വീട്ടിലേക്ക് നബി തങ്ങൾ ഇങ്ങോട്ട് വന്നാൽ അടുക്കളപ്പണിക്കാരനാ. മറ്റൊരിക്കൽ ചോദിച്ചു പറഞ്ഞു, കാന റജുലൻ സഹല. വീട്ടിലേക്ക് ഇങ്ങോട്ട് നബി തങ്ങൾ കയറി വന്നാൽ പിന്നെ ഒരു തമാശക്കാരനാണ്. നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? നിങ്ങളുടെ കാര്യം അറിയില്ല. വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞാൽ മോന്തൊക്കെ ഒരു കൊട്ടുണ്ടാവും. ഈ ചായ വെള്ളം കൊണ്ടേ പശുവിന് കൊടുക്കടി തിളപ്പിച്ചുകൊണ്ട് വന്നേക്കോ. കാരണം എന്താ, അതെന്താന്നുള്ളത് പിന്നെ പറഞ്ഞു തരണ്ട. പെണ്ണുമ്പിള്ള ചായ കൊണ്ടു തരുമ്പോ ഈ ദേശം പെണ്ണിന്റെ കാര്യം എന്താന്നുള്ളത് നമ്മുടെ സംസാരത്തിൽ വരും. അതപ്പം പറയാം. നരച്ചവര് ശ്രദ്ധിച്ചോ, 65 വയസ്സായ പെണ്ണുമ്പിള്ള കെട്ടിയവനോട് പറഞ്ഞ വർത്താന നബിത്തങ്ങൾ അതേ ശൈലി തന്നെ പകർത്തിയേക്കാണ്. നബിത്തങ്ങള് പറയാ 65 അല്ല ഇപ്പൊ പെണ്ണുമ്പിള്ള കെട്ടിയവനോ ഒത്തു കിട്ടാണ്. 65 കൊല്ലത്തെ ഈ ഭാഗത്ത് മൊത്തം പൊളിഞ്ഞു. ഇവിടെ ശ്രദ്ധിച്ചോ, 2 പാർട്ടിക്കും ഉണ്ട്. എത്ര മനോഹരമായിട്ടാണ് കുടുംബജീവിതം അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചെന്നേക്കണെന്നറിയോ? എത്ര മനോഹരമായിട്ട്. അതിനൊക്കെ വികൃതമാക്കാനുള്ള തകൃതിയായ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ ലോകത്ത് നടക്കണം. ഇവിടെ ശ്രദ്ധിച്ചോ, അങ്ങനെ ജോലി ഇല്ല, തിരിച്ചിങ്ങോട്ട് വരികയാണ്. ഗേറ്റിന്റെ ഓടോമ്പല് നീക്കിപ്പോ പെണ്ണുമ്പള തുണി കഴുകിക്കൊണ്ട് ഇങ്ങനെ കിണറിങ്ങിയെന്നിങ്ങനെ, അല്ല എന്തേ പോയിട്ട് അവൻ നിനക്കും ബോധമില്ല.
പേപ്പറിലുണ്ടായിരുന്നില്ലേടി പണി കൊടുക്കാന്നുള്ളത് പറയാൻ പാടില്ലേ? ഇതപ്പം മനസ്സുകൊണ്ട് അങ്ങോട്ട് നാക്കൊണ്ട് പറയില്ല, നാക്കൊണ്ട് പറഞ്ഞാൽ അപ്പം തന്നെ കല്ല് വെച്ചെറിയും. അതുകൊണ്ട് മനസ്സും കൊണ്ട് അറിയവേ അപ്പം നിന്റെ ഒതുക്കിലേക്ക് അപ്പം നിനക്ക് പേപ്പറിനകത്ത് നീ വായിച്ചല്ലേ, അപ്പം നിനക്ക് എന്താ ഓർമ്മയില്ലാത്ത? അത് മനസ്സുകൊണ്ടാ പറഞ്ഞോളൂ വെള്ളുമ്പിള്ള. അത് കഴിഞ്ഞിട്ട് ഇയാളിങ്ങനെ വെറുതെ പാടുപെട്ട് അവിടം വരെയും പോയി ഈ പൊതിക്കെട്ടും ഒക്കെ ഏറ്റിക്കൊണ്ട്. എന്നാ വാതിൽ കുറ്റിയിട്ടിട്ടില്ല, കയറിക്കോ. വേറെ ഒന്നും നാക്കൊണ്ട് പറഞ്ഞില്ല കേട്ടോ, ബാക്കിയൊക്കെ മനസ്സുകൊണ്ട് പറഞ്ഞോളൂ. അങ്ങനെ ഇയാൾ സിറ്റ് ഔട്ടിലേക്ക് വന്നപ്പോൾ കാണാം കോഴി ഇങ്ങനെ അങ്ങോട്ട് നിരത്തി വെളിക്കിറങ്ങിയിട്ട് സിറ്റ് ഔട്ടിനകത്ത്. അവിടെ ഡാഷിന്റെ മോളെ അത് പൂരിപ്പിച്ചോട്ടോ, ഒക്കെ നമുക്ക് കറക്റ്റായിട്ടൊക്കെ അറിയാലോ. അതിപ്പോ മേക്കി കൂടെ പറഞ്ഞ അവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. എടി ഡാഷിന്റെ മോളെ, നിന്റെ കണ്ണിലും തൊട്ടാടി കോഴി വെളിക്കിറങ്ങിയിട്ട് കണ്ടുകൊണ്ട് കോരിക്കളയാൻ പാടില്ല മനസ്സേറി. അപ്പൊ അവിടെ അലക്കലൊക്കെ നിർത്തിയിട്ടോ. അപ്പൊ മനസ്സുകൊണ്ട് പറയും, ഓ അടച്ച തമ്പുരാനെ, ദുനിയാവിൽ എന്തോരം മനുഷ്യന്മാരെ വണ്ടി ഇടിച്ച് ചാവണ്ടല്ലോ, അതിൻ്റെ ഒടുക്കത്തെ അവൻ ഇതിനെ ഒരു വണ്ടി ഇടിക്കണില്ലല്ലോ. ഇങ്ങനെ ശപിച്ച് പിരാഗി നേർന്ന് ആ പാവം അപ്പുറത്തോടെ വീടിന്റെ അപ്പുറത്തോടെ കറങ്ങി വന്ന് ഈ കോഴി വെളിക്കിറങ്ങുന്നത് എപ്പോഴാന്ന് ഇത് നോക്കി എടുക്കുവാണോ? 100 കൂട്ടം ജോലിയുണ്ട്. ചകിരിയും കൊണ്ട് വന്നിട്ട് ഇതിങ്ങനെ കോരി. അപ്പൊ ഇവനിങ്ങനെ നോക്കിയിരിക്കണതിന്റെ ഇടയിലും കുറെ പറയുന്നുണ്ട് കുറെയൊക്കെ. അങ്ങനെ ബഹുമാനികളെ ഈ പാവപ്പെട്ടത് കോരി. ഞാൻ ചോദിക്കട്ടെ, ആ ശൈലിയാണോ നല്ലത്, അതോ തങ്ങൾ പരിചയപ്പെടുത്തി തന്ന മറ്റേ ശൈലിയാണോ? അതെന്താ ശൈലി? ഏറ്റിക വന്നു. അല്ല ഇതെന്തേ ഇത്ര അല്ലാടി ഒന്നും പറയണ്ട. ഞാനും ഓർത്തില്ല, നീ ഓർത്തില്ല, പത്രത്തിലുണ്ടായി ഇന്ന് പണി കൊടുക്കല്ലേ. അല്ലോ വെറുതെ അവിടെ വരുമ്പോൾ സാരമില്ല, പടച്ചോന്റെ കളയാണ്. ഇന്ന് വെറുതെ ഒരു ദിവസം ഇങ്ങനെ അവിടെ പോയിട്ട് തിരിച്ചു വന്നു. ആ എന്താ ഡോറ് ലോക്ക് ഇട്ടിട്ടില്ല കേട്ടാ, കയറിക്കോട്ടെ. ആ അത് ഞാൻ കയറിക്കോളാം, നീ കഴിക്കോ, തുണി കഴിക്കോ. അങ്ങനെ കേറിക്കോളാന്ന് പറഞ്ഞ ആള് ഈ മുറിക്കകത്തേക്ക് കയറുന്നതിന് വേറെ എന്ത് ചെയ്തു? ഇതേ വാഴയില കീറുവാണ്. അപ്പൊ കറന്നുള്ള കീറിൽ കേട്ട് കഴിഞ്ഞപ്പോ ഈ പുള്ളിക്കാരത്തി എന്തേ ഈ വാഴയില കയറുന്നില്ല. ഈ ഒരു കഷ്ണം ഇല ഇത് ഈ വാഴയിൽ എടുക്കേണ്ട ആവശ്യം അവിടെ റൂം തുറന്നിട്ടുണ്ടെന്നേ. അപ്പം ഇതെന്താ ഉള്ള, ഇപ്പൊ ഞാൻ നട്ടേക്കണ വാഴയെന്ന് ഒരു കഷ്ണം ഇല എനിക്ക് എടുക്കാൻ പാടില്ലേ, ഞാൻ ഒരു കഷ്ണം ഇല കീറാന്നേ. നീ അവിടെ നിന്ന് തുണി കഴിക്കോ. ഇയാൾ എന്നിട്ട് എന്ത് ചെയ്തു? ഈ കോഴിച്ചെടി ടൈലേ കിടക്കണത് ഈ വാഴയിലയും കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് കോരാൻ തുടങ്ങി. അപ്പൊ നല്ല ഒന്നാന്തരം നെയ്റോസ്റ്റ് പോലെയായി. ഇത് വാഴയില കൊണ്ട് കോരിയാ കിട്ടുമോ? മൊത്തം ആ ടൈലേല അങ്ങോട്ട് പരന്നു. അപ്പൊ ഈ വാഴയില കീറിയത് എന്തിനാന്നറിയാൻ ഈ മൂപ്പത്തേര് അലക്കലൊക്കെ നിർത്തിയിട്ട് കറങ്ങി ഇപ്പുറത്തേക്കൊന്ന് റഹ്മാനായ പടച്ചവനെ ഇതെന്തെന്നേ കാണും. ഒന്നുമില്ലാടി, അല്ല ഒന്നുമില്ലാന്ന് തന്നെ. ഞാനേ ഈ കോഴിച്ചിട്ടൊന്ന് നല്ല കളി കയ്യിലേക്ക് വയ്ക്കാം ഇല പൊട്ടി. അല്ലാ ഇത് കണ്ടില്ലോ, ഒന്ന് മറത്തു വയ്ക്കുക. റഹ്മാനായ അതവിടെ അഞ്ചോടെ അറിയുക. ഇത് പടച്ചവനെ ഇതെന്ത് ഈ കോഴിച്ചിട്ട് ഈ ടൈലേ കിടക്കണ വാഴയില കൊണ്ട് കോരിയാ കിട്ടും. അത് ഇങ്ങോട്ട് ഇറങ്ങി വാ, എന്നെ സോപ്പിട്ട് ഒന്ന് കഴിക്കുക, മണത്ത് വയ്ക്കാൻ മണം പോയി. ഒന്നോടിയേ പോയില്ല, എന്നാ ഒന്നുകൂടെ സോപ്പൊന്നിട്. പടച്ചവനെ ഇത് എന്നോട് പറഞ്ഞാ പറ, ഞാനിത് കോരി കളിയില്ലേ. ഈ മാതിരിയാണ് കയറി വേണ്ടാത്ത പഠിക്കേണ്ട കാര്യം. നന്നായിട്ട് കഴിയുന്ന ഈ തുണി കൊണ്ട് തൂത്ത് കളഞ്ഞോ, കയറി പൊക്കോ. എന്നിട്ട് എന്ത് ചെയ്തു? ഇവള് ചകിരി എടുത്തോണ്ടിട്ട് അത് നന്നായി കോരി അത് കഴുകിയതിന്റെ ശേഷം അണുനാശിനിയൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്ത് നല്ല സുഗന്ധമുള്ളതൊക്കെ അങ്ങോട്ട് തേച്ച് നല്ല റാഹത്താക്കി. ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തതാണോ നല്ലത്, രണ്ടാമത്താണോ നല്ലത്? കോഴിച്ചെടി കോരിയത് പെണ്ണുമ്പിള്ളേ, രണ്ടാമത്തേലും ആദ്യത്തേതിലും പെണ്ണുമ്പിള്ളേ കോരിയത്. രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം കുറ്റപ്പെടുത്തരുത്. അവിടത്തേക്ക് ഞാൻ പറയുന്നു, ഇവിടത്തോടും പറയുന്നു. കുറ്റപ്പെടുത്തൽ കുടുംബജീവിതം തകരാൻ കാരണമാക്കപ്പെട്ട ഒരു വിഷയമാണ്. കുറ്റപ്പെടുത്തരുത് തന്നെയല്ലേ ഖുർആൻ പറഞ്ഞത്? അതല്ലേ ഞാൻ ചോദിച്ചത്. എല്ലാ വെള്ളിയാഴ്ച ഇത് തന്നെയല്ലേ ഉപദേശിക്കുന്നത്? ഖൂലു ഖൗലൻ സദീദ. നിങ്ങൾ നല്ല വർത്താനം സ്വന്തം മക്കളെ ഒന്ന് കുറ്റപ്പെടുത്താൻ തിരുത്തൂല. നിങ്ങൾ മനസ്സിലാക്കിയോ? നിങ്ങളുടെ ഭാര്യയും പെണ്ണല്ലേ, നിങ്ങളുടെ ഭർത്താവും പെണ്ണല്ലേ. ഭർത്താവിനെ കുറ്റപ്പെടുത്തണമൊക്കെ ഞാൻ പറഞ്ഞുതരാം. കുറ്റപ്പെടുത്താത്ത ശൈലിയിൽ ഭർത്താവ് നല്ല വഴിയിലേക്ക് വന്ന് ഭാര്യ കാരണമായി ഭർത്താവ് സ്വർഗാവകാശിയായ ചരിത്രവും ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ ഇതിനകത്തുള്ളത് തന്നെയാ, ഒന്നും പുതുക്കിക്കൊണ്ട് നേക്കണമൊന്നുമല്ല. ആ പരസ്പരമുള്ള സംസാരത്തിൽ സ്വന്തം മക്കളെ കുറ്റപ്പെടുത്താൻ മക്കൾ വഴിക്ക് വരൂല. നിങ്ങൾ മനസ്സിലാക്കിയോ? കുറ്റപ്പെടുത്തലല്ല വേണ്ടത്. 1.5 വയസ്സുള്ള കൊച്ച്, അതിനിപ്പോ എന്തറിയാം? അത് മുറ്റത്തിരുന്ന് വെളിക്കിറങ്ങുവാണ്. നിങ്ങൾ ചെല്ലുമ്പോൾ അവൻ വെളിക്കിറങ്ങണതിന്റെ കൂടെ നേന്ത്രപ്പഴം ഇങ്ങനെ തൊണ്ട് ഒളിച്ചിട്ട് കടിച്ച് തിന്നുകയും ചെയ്യുകയാണ്. നിങ്ങൾ എങ്ങനെയായിരിക്കും ആ കൊച്ചിനെ കൈകാര്യം ചെയ്യണത്? വെളിക്കിറങ്ങണതിന്റെ കൂട്ടത്തിൽ ഇത് തിന്നലും നടന്നുകൊണ്ടിരിക്കുകയാണ്, രണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യും?
എൻ്റെ ശൈലി പറയുകയാണെങ്കിൽ ദാശയെന്ന് കൂട്ടിയിട്ട് ഒരു വിളി അങ്ങ് വിളിച്ചിട്ട് തിന്നണെന്ന് ചോദിച്ചോണ്ട് 2 ചാട്ടമൊക്കെ ചാടി. 1.5 വയസ്സേ കൊച്ചിന് പ്രായമുള്ളൂ. പക്ഷെ ഞാൻ ഈ 2 ചാട്ടം ചാടി ഇന്നലെ ദേഷ്യപ്പെട്ട് കണ്ണൊക്കെ മിഴിച്ച് കാണിക്കണ കണ്ടിട്ട് ഞാൻ പെരക്കാത്തേക്ക് വരുമ്പോ ആ കൊച്ചിങ്ങനെ തിരിഞ്ഞു നോക്കും. കൊച്ചു വാപ്പ അകത്തേക്ക് പോയോന്ന്. അകത്തേക്ക് പോയാ പിന്നെ അവൻ ചെയ്യണ പണി എന്താണെന്നറിയോ? ആ തൊണ്ട് ബാക്കിയും കൂടെ അങ്ങോട്ട് ഉരിഞ്ഞിട്ട് ഇനി തിരിഞ്ഞിരിക്കും. വെളിക്കിറങ്ങുമ്പോ തിന്നണ്ടെന്നല്ലോ. അപ്പൊ എന്നാ ഞാൻ ഈ മലത്തിനകത്തൊന്ന് കുത്തി തിന്നോക്കട്ടെ എന്താ ടേസ്റ്റ് ഉണ്ടോ. അതിന്റെ പേരായി വാശിന്ന്. കണ്ടാ, കുറ്റപ്പെടുത്തിയപ്പോൾ വാശി കൂടി. ഇത് നിങ്ങൾ മനസ്സിലാക്കിയേക്കുക. അങ്ങോട്ട് കുറ്റപ്പെടുത്തിയാലും ഇങ്ങോട്ട് കുറ്റപ്പെടുത്തിയാലും കുറ്റകൃത്യത്തിൽ നിന്ന് പിന്തിരിയിലല്ല 195 കൂടുതൽ കുറ്റത്തിലേക്ക് പോകല.